പങ്കുമില്ലാന്ന് വ്യക്തം. മറ്റൊരു കാര്യം, ഇപ്പം ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് ഉദ്ഘാടനത്തിന് താങ്കൾക്ക് ക്ഷണമുണ്ടായിരുന്നുണ്ടാണ്. മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് പോകാതിരുന്നത്. അല്ലല്ല, എന്നോട് ലീഗ് നേതൃത്വം ആ പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വ്യക്തിപരമായ അസൗകര്യം ഉള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. എനിക്ക് 18-ാം തീയതി ഗൾഫിൽ പോകാനുള്ള വ്യക്തിപരമായ അസൗകര്യം ഉണ്ടായിരുന്നു. അതെന്താണ് കാര്യമെന്ന് വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ +1 സീറ്റ് കിട്ടില്ലേ, മലബാറിൽ പ്രത്യേകിച്ചും മലപ്പുറത്ത് വലിയ പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സമരം. തീർച്ചയായിട്ടും പ്രതിപക്ഷ സമരരംഗത്തേക്ക് ഇറങ്ങും. കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട്. കഴിഞ്ഞ 2 വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൌരവത്തോടുകൂടി ഉന്നയിച്ചതാണ്. വളരെ ഗൌരവത്തോടുകൂടി അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല. 50 പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് 65 പേര് ഇപ്പൊ തന്നെ ഇരിക്കുന്നത്. വീണ്ടും 6-7 പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പൊ 72 കുട്ടികൾ 75 കുട്ടികളൊക്കെ ഒരു +2 ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ അപ്പൊ ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത്. ഇപ്പൊ തന്നെ +2ലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ ഗവൺമെന്റ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ ആരും മിണ്ടുന്നില്ല. വലിയ പ്രൊപ്പഗാൻഡ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ എന്താ, ഇപ്പൊ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CBSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു. അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അപകടകരമായ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ്. അപ്പൊ ഇതല്ല പരിഹാരം. ശരിക്കും എണ്ണം വർദ്ധിപ്പിക്കണം. അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. മലപ്പുറം വികാരം വിളക്കണ്ട എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. മലപ്പുറം ജില്ല മാത്രമല്ല, മറ്റു ചില ജില്ലകൾ കൂടി എണ്ണത്തിന്റെ കുറവുണ്ട്. അവരെന്തു പറഞ്ഞാലും ഇങ്ങനെ മലപ്പുറം എന്ന് പറയുന്നത് എന്താ, പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുട്ടികൾ ഇവിടെ വലിയ വിജയം നേടുന്നത് കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ്, അല്ലേ? അങ്ങനെ പറയാറുണ്ട്. പിന്നെ മലപ്പുറത്തുകാർക്ക് പ്രത്യേക കൊമ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു. നമുക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ വിവിധ കോളേജുകളിൽ, ഇന്ത്യയിലെ പ്രശസ്തമായ കോളേജുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അഭിമാനത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമല്ലേ? വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ലയിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നോക്കം വരുന്നതിനെ വേറെ രീതിയിൽ കാണുന്നത് BJP ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വടകര ചെയ്ത അതേ പണി തന്നെയാണ്. അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക. ഞങ്ങൾ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആളല്ല. BJPക്കെതിരായി രാഷ്ട്രീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ BJPയും CPM-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായേ? ഇത് വലിയ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യം വെച്ചുകൊണ്ടുള്ള കണക്കുകളല്ലേ കൃത്യമായിട്ട് വരുന്നത്. ഇത് മലപ്പുറം വികാരം മാത്രമല്ലല്ലോ, മറ്റ് അടുത്ത സമീപ ജില്ലകളിലില്ലേ? സമീപ ജില്ലകളിലുണ്ട്. ഇതിപ്പോ എല്ലാ വർഷവും ഇവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇതിനെതിരെ നടക്കാറുണ്ട്. പക്ഷെ അത് ഫലം അല്ല, ഇപ്രാവശ്യം അത് രൂക്ഷമാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും.